ഞാൻ എന്തത്ര കാര്യമായിട്ട് പണിയെടുക്കണേന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ. 10 ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. എനിക്ക് 30 വയസ്സ് തികയും. ഈ ഡയലോഗ് ഞാൻ 1 കൊല്ലം മുൻപ് പറയേണ്ടതായിരുന്നു. ആസ് യൂഷ്വൽ എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, എല്ലാം ഒരു മെമ്മറി അല്ലേ. അപ്പൊ നോർമൽ ഒരു ഡേ കടന്നു പോകുന്ന പോലെ എൻ്റെ ബർത്ത് ഡേ കടന്നു പോകരുതെന്ന് എനിക്ക് എപ്പോഴും നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചു കുറച്ച് പച്ചക്കറികൾ നടാന്ന്. ഞാൻ നോർമലി ചെയ്യുന്ന കാര്യമല്ല, എന്നാലും ബർത്ത്ഡേക്ക് 10 ദിവസം മുൻപേ ഞാൻ അതിന്റെ പ്രെപ്സ് തുടങ്ങി. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ ബർത്ത്ഡേക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ലൈഫിൽ ഒരു വലിയൊരു സ്ട്രഗിൾ കഴിഞ്ഞിരിക്കുന്ന ഒരു പീരീഡാണ്. അതായത് ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റിനെ തുടർന്നുള്ള ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ് ആള് ലൈഫിലോട്ട് തിരിച്ചു വന്ന് ഓർമ്മകളെല്ലാം തിരിച്ചു വന്ന് റിക്കവർ ആയി ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ജീവിതത്തിൽ സങ്കടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, എന്നാൽ സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതാണ് എൻ്റെ പോളിസി കേട്ടോ. അതാണ് എൻ്റെ മെൻ്റൽ ഹെൽത്തും. കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണോ? ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് കേട്ടോ. ഇത് ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ചെറിയ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എല്ലാവരും നല്ല ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് അല്ലേ. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം എന്തോ നാണക്കേട് പോലെ തോന്നുന്നവരെയും കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരാൾ ഭൂമിയിലോട്ട് ജനിച്ചു വീണ ആ ദിവസത്തിനേക്കാൾ മനോഹരമായ ഏത് ദിവസമാണ് വേറെയുള്ളത്? മറ്റു മനോഹരമായ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് സമ്മാനിച്ചത് ജനിച്ച ആ ഒരു ബ്യൂട്ടിഫുൾ ഡേ കാരണമല്ലേ. സോ സെലിബ്രേറ്റിംഗ് യുവർ സെൽഫ് ഇസ് എ വേ ഓഫ് സെയിങ് ഐ മാറ്റർ. My life is worth honoring. So മനസ്സിലാക്കുക, അതൊരു സെൽഫ് അവെയർനെസ് ആണ് ആൻഡ് നോട്ട് സെൽഫിഷ്നെസ്.